ഈശോയുടെ സ്നേഹമുള്ളവരെ, ഇന്ന് അപ്പച്ചൻ്റെ വേർപാടിൽ നമ്മളിവിടെ ആയിരിക്കുമ്പോൾ അപ്പച്ചനോടൊന്നിച്ച് പ്രാർത്ഥിക്കാനായിട്ടും നല്ല മരണത്തോടുകൂടി ദൈവത്തോടു കൂടി ആയിരിക്കാനുമായിട്ട് അപ്പച്ചൻ ഇടപെട്ടെ നമുക്ക് ചേർത്ത് പ്രാർത്ഥിക്കാം. ഒപ്പം അച്ഛനായിരിക്കുന്ന കീഴ്ക്കടലെ കൊറോണ പള്ളിയിലെ എല്ലാവരുടെയും അനുശോചനങ്ങളും അറിയിക്കുകയാണ്. എല്ലാവരും അപ്പച്ചൻ്റെ വിയോഗത്തിൽ അനുശോചനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അച്ഛനെയും കുടുംബങ്ങളെയും എല്ലാവരെയും അറിയിക്കുകയാണ്. ഒരുപാട് പേര് വിളിക്കും. നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. അപ്പച്ചൻ്റെ വിയോഗത്തിൽ ആയിരിക്കുന്ന കുടുംബാംഗങ്ങളെ സമർപ്പിച്ചു അപ്പച്ചനെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കേരള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയോടെ നിധിമവിനാവേ, കർത്താവേ, നീ അറിയുമ്പോൾ കരുണയോടെ നിർത്തണമേ. നല്ലവരുള്ളവനാവേ, ആശ്രയിച്ചു കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ഉത്ഥാനം രക്ഷയും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാപുത്രൻ റൂഹായേ, മൃതനാം എന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. എല്ലാം കാണുന്നു പാപങ്ങൾ വിധിക്കല്ലേ. സമാധാനം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായി നിന്റെ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ.
ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ഉന്നത നൃപനാം മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. അന്ത്യമിഴാത്തോരവികലബോധം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മനവരയിങ്കൽ ചേർക്കണമീശോ. അഗാധത്തിൽ നിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കൊടുന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുനരിയാകുവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അഗാധത്തിൽ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസറിനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച മരണമടഞ്ഞവരെ മഹിമയോടുകൂടി ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായി, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദേവദൂതന്മാരുടെ അകമ്പടിയോടും കൂടി വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായ കബറിടങ്ങളിൽ നിന്ന് ഉയർത്തപ്പെടുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ അപ്പച്ചനെയും നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വേണോ അച്ഛാ? അത് ഓഫ് ചെയ്തു. ഇതൊന്ന് ഇതൊന്ന് തീയുണ്ടോ അല്ലെങ്കിലേ ലൈവില് അന്നത്തെ ഇറക്കിടാം.
ബഹുമാനപ്പെട്ട ജോസഫിന്റെ പ്രിയപ്പെട്ട അപ്പച്ചന്റെ വേർപാടില് ദുഃഖാർത്തരായിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും പ്രിയപ്പെട്ട അമ്മയ്ക്കും പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും ഞങ്ങളുടെ ബാച്ചുകാരുടെ എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥന നിറഞ്ഞ അനുശോചനം അറിയിക്കുകയാണ്. അപ്പച്ചൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ചെറിയ ഓഫീസിൽ ഭക്തിപൂർവ്വം പങ്കുചേരാം. ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോസച്ചനെയും ഈ നിമിഷം ഓർക്കുകയാണ്. ജോസച്ചനും ഈ നിമിഷം എൻ്റെ എല്ലാവരുടെയും പേരിൽ അനുശോചനം പ്രാർത്ഥനാപൂർവ്വം അറിയിക്കുന്നു. മരിച്ചു ഉയർപ്പിക്കുന്നവരെ നിമിത്തം നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാന പ്രതീക്ഷയാലെ അപ്പച്ചനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടന്തിമ വിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ. നല്ല വലുത്തു വലം ഭാഗേ ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായസ്സും. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാവാപുത്രൻ റൂഹായേ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. തിരുമിഴിയെല്ലാം കാണുന്നു. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗ്രഹിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളെ പാപങ്ങൾ മാറ്റുകയും ചെയ്യുമാറാട്ടെ. മഹനീയമായ നിന്റെ ദൃഢത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാട്ടെ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ഉന്നത നിർഭനാം ശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ഡലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. മൃതരെല്ലാരും മിന്നി വിളങ്ങും വരമരുളേണം. അന്ത്യമെഴാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. മൃതരെല്ലാരും മിന്നി വിളങ്ങും വരമരുളേണം. അഗാധത്തിൽ നിന്നും കർത്താവേ, നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. കർത്താവേ, എന്റെ ശബ്ദം കേൾക്കണമേ. പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ, പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ സുരക്ഷിതരാകും.
എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണം പെടുന്നു. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ ഞാൻ കാത്തിരിക്കുന്നു. അവൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയാകുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവേ നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജീവദായകമായ ശബ്ദത്താൽ ആസ്നേഹിച്ച കർത്താവെ, ആ ശബ്ദമഹനീയമായ നീതിവിധി ദിവസത്തിൽ ഈ അപ്പച്ചനെ വിളിക്കുകയും നിന്റെ വലത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവെ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥനും ദൈവമായ മിശിഹായെ നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദേവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാകുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായ കബറിടങ്ങൾ ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാർന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിന് സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട അപ്പച്ചനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും ഈ കുടുംബത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേയും സംഘടന ആശ്രയിക്കുകയും ചെയ്യുന്നു. എന്റെ വാഗ്ദാന പ്രതീക്ഷയാൽ ആശ്വസിപ്പിക്കണമേ. ഇവന്റെ മനത്തിന്റെ നാഥനും നിത്യപിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവിനെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ലവരു തുറമ്പാങ്ങേ ആകാശഭൂമിന്റേതാവുന്നു. ആകാശവുമേ ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. സന്തോഷാന്തിക്കും കർത്താവേ നിൻ ശോണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാ നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. പുത്രൻ ലോകായേ പ്രധാനമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. നിരവധിയാമൻ പാപങ്ങൾ വിധിക്കല്ലേ. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. നിന്റെ കരുണ അനുഗ്രഹിക്കുകയും ദൈവാദിക്കുന്നതിലെ പാപങ്ങൾ മാറ്റുകയും ചെയ്യുമാറാവട്ടെ. മഹനീയമായ നിന്റെ ത്രിത്വത്തിന്റെ അനുഗ്രഹങ്ങളെ സഹായിക്കുമാറാവട്ടെ. ജീവന്റെ മരണത്തിന്റെ നാഥനും നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര നീ ആകാശത്തിലും ഭൂമിയിലും സ്ഥനാവുന്ന ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാവുന്നു. ജീവന്റെ മരണത്തിന്റെ നാഥനും നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഉന്നത നിർഭനാം മിശിഹാനാഥ മുതലെല്ലാരും ഇന്നി വിളങ്ങും വദനമുരുണരാം പരമരുളേനം. എല്ലാരും
നിന്നെ വിളങ്ങും വദനമുടനരാ പരമരുളേണം അന്തിമരാത്തോരവികലമോദം വരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയെങ്കിൽ ചേർക്കണമീശോ മൃതരെല്ലാരും നിന്നെ വിളങ്ങും വദനമുടനരാ പരമരുളേണം ഞാൻ വിളിക്കുന്നു ഞാൻ വിളിക്കുന്നു ശബ്ദം കേൾക്കണമേ പ്രാർത്ഥന ചെവികൊള്ളണമേ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും എന്തുകൊണ്ടെന്നാൽ പാപോദനത്തിന്റെ പക്കലാകുന്നുവല്ലോ ഞാൻ ശരണപ്പെടുന്നു പ്രതീക്ഷ എന്റെ വാഗ്ദാനത്തിലാകുന്നു ഞാൻ കാത്തിരിക്കുന്നു ദൈവം കാത്തിരിക്കുന്ന കാലക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അവൻ ശരണയുള്ളവനാകുന്നു ലക്ഷ്യവന്റെ പക്കലാകുന്നു പാപങ്ങളെല്ലാം രക്ഷിക്കാം പുത്തനും പരിശുദ്ധാത്മാവിനെ സ്തുതി ഞാൻ വിളിക്കുന്നു പരിചയമർപ്പിക്കുന്നവരെ നാമത്തിന് സ്തുതി പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം അർപ്പിച്ച കർത്താവെ അശുദ്ധ മഹനീയമാദാസിനെ വിളിക്കുക നിന്റെ കൃതയും ചെയ്യട്ടെ പാപങ്ങൾ കൊടുക്കുന്നവനും കർത്താവെ ജീവന്റെ മനത്തിന്റെ നാഥനും നിത്യപിതാമുത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മനുഷ്യനെ കണ്ണാപുരം ജയിപ്പിക്കണമേ ജീവിക്കുന്ന ദയാപുരം പരിപാലിക്കണമേ സ്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ നീ മഹിമടി അർപ്പിക്കണമേ ജീവന്റെ മനത്തിന്റെ നാഥനും നിത്യപിതാമുത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര നാഥനും ദൈവമായ മിശിഹായെ എന്റെ കുരിശിന്റെ അടയാളത്തോടെ ദൈവദൂതന്മാരെ അകമ്പടികളോടെ വാങ്ങാൻ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിൽ തുറക്കപ്പെടുകയും മനുഷ്യരാഷ്ട്രായ കർമ്മയൊക്കെയും ദുഷ്ടജലനിധിമാൻ വർദ്ധിക്കുകയും ചെയ്യുന്ന ഭയാനകമായ ദിവസത്തിനൊക്കെയായി ലോകവാരസിന്റെ പങ്കും സ്വർഗതയുടെ സഹോദരനെ സ്വീകരിക്കുന്ന സമൂഹത്തിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അഭിവന്യ സ്റ്റീഫൻ ചെറുക്കണത്ത് പിതാവാണ് ഇപ്പോൾ ഹൃദയമായിട്ട് ഒപ്പിസ്റ്റലി പ്രാർത്ഥിക്കുക. നമുക്കറിയാം പുത്തഞ്ചിറ ഇടവകാംഗമാണ്. പിതാവ് യൂറോപ്പിൻ്റെ അപ്പസ്തോലിക് വിസിറ്റേറ്ററായിട്ട് സേവനം ചെയ്യുന്നു. ഈ അടുത്ത നാളുകളിലാണ് നാട്ടിലേക്ക് വന്നത്. ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പിതാവിനോട് ചേർന്ന് നമുക്കും ഈ അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കാം. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, പുത്തഞ്ചിറ പ്രീസ് അസോസിയേഷൻ്റെ നാമത്തിൽ അന്തോണിച്ചേട്ടൻ്റെ മരണത്തിൽ ഖേദിക്കുന്ന എല്ലാവർക്കും ഉച്ചയ്ക്കും അതുപോലെ തന്നെ 3 പ്രിയപ്പെട്ട മക്കൾക്കും ഏറ്റവും സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ അനുശോചനം അറിയിക്കുന്നു. ഇത്രയും കാലം ആരുടെ കയ്യിൽ തൻ്റെ ജീവിതത്തെ സമർപ്പിച്ച് മുന്നോട്ട് പോയോ ആ തമ്പുരാൻ തന്നെ അദ്ദേഹത്തെ ഇന്ന് തൻ്റെ ജീവിതം ഇവിടെ നിന്ന് എടുക്കപ്പെടുമ്പോൾ ഇത്രയും കാലം ഇവിടുത്തെ തുറക്കപ്പെട്ട വാതിലുകൾ അദ്ദേഹത്തിന് പിറകിൽ അടയ്ക്കപ്പെടുമ്പോൾ ഇത്രയും കാലം വിശ്വസിച്ച തമ്പുരാൻ സ്വർഗത്തിൻ്റെ വാതിലുകൾ അദ്ദേഹത്തിന് തുറന്നു കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ഈ അപ്പച്ചനെ ഓർക്കുക, വർഷങ്ങൾക്ക് മുൻപ് ജോസഫിനെ സെമിനാരിയിൽ ചേർക്കാനായിട്ട് ഞാൻ വൈസ് ഡയറക്ടർ എന്ന നിലയ്ക്ക് പാരാക്ടിച്ചിരുന്നു. ഞങ്ങൾ 2 പേരും കൂടി ഇവിടെ വന്നതാണ് ഞാൻ ഓർക്കുക. എൻ്റെ മാതൃ ഇടവകയ എന്ന ഒരു കാര്യം വെച്ചുകൊണ്ട് കുറെ കൂടി സ്വാതന്ത്ര്യത്തോടുകൂടി ഞാൻ ഇവിടെ വരിക. അന്ന് ജോസഫിനെയും സഹോദരങ്ങൾ 2 പേരെയും പരിചയപ്പെട്ടതും സംഭാഷിച്ചതും അതിനുശേഷം ജോസഫിൻ്റെ പൗരോഹിത്യ ജീവിതവും എല്ലാം നമ്മെ ഓർക്കുന്നു. ഈ നിമിഷം നല്ല ദൈവത്തിന് ഒരു പുരോഹിതനെ സമ്മാനിക്കുക എന്ന് പറയുന്നത് ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യമാണ്. പരിശുദ്ധ സഭയ്ക്ക് ദൈവത്തെ ശുശ്രൂഷിക്കാൻ ഒരു വ്യക്തിയെ നൽകുക, ആ കാര്യത്തിൽ ധന്യനാണ് ഈ അപ്പച്ചൻ. അപ്പച്ചനെ യാത്രയാക്കുമ്പോൾ അപ്പച്ചനും ഈ അമ്മച്ചിയും അതുപോലെ തന്നെ 2 മക്കള്, പ്രത്യേകമായിട്ട് ജോസഫിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷകളൊക്കെ അദ്ദേഹത്തിന് നിത്യജീവിതത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് കൂട്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
മരിച്ചെടുപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കുക നമുക്ക് സമാധാനം. കരുണയുള്ള കർത്താവെ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ കർത്താവെ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവെ, നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ല വരുത്തു വലം ഭാഗേ. കർത്താവേ, നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ഉദ്ധാരം രക്ഷയുമേറും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവുമേ ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സും. നരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴി അങ്ങേ സുതരാണവരെ നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരാശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പുത്രൻ റൂഹായി മൃതനാം എന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ആദ്യമുതലേക്കുമാമേൽ തെളിവായ എന്നോട് നാഥാനി തിരുമഴിയെല്ലാം കാണുന്നു. നിരവധിയാമേൻ പാപങ്ങൾ നിരയായ എന്നെ വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കർത്താവേ, അങ്ങേ കരുണാനുഗമിക്കുകയും അങ്ങേരെ ആയിരിക്കുന്ന പാപങ്ങൾ മാറ്റിയും ചെയ്യുമാറാകട്ടെ. മകനെ അങ്ങത്തിനെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുദർശനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ഉന്നത നിർഭന മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. അന്ത്യമിഴാത്തോരവികലമോതും നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. കർത്താവേ, നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചുറപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിൽ കർത്താവേ, നിന്നെ ഞാൻ വിളിക്കുന്നു. ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവിടുത്തെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവിനെ ഞാൻ വിളിക്കുന്നു. മരിച്ചുറപ്പിക്കുന്നവനെ എന്നിട്ട് തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സജീവവും ജീവിത ശബ്ദത്താൽ നിർമ്മിച്ച കർത്താവേ, ആ ശബ്ദമകനീയമായ നീതിയും നിന്റെ പ്രിയപ്പെട്ട ദാസൻ അന്തോണിയപ്പച്ചനെ വിളിക്കുകയും
നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പുറക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായി വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ മരിച്ചുപൂർവ്വം ജീവിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്താനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉറപ്പിക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ അനുഗ്രഹിക്കണമേ. കാരുണ്യവാനും മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മരണം വഴി ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നിന്റെ സഹോദരൻ നിന്റെ ദാസൻ അദോണിശേഷന്റെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങളിൽ നീ മഹത്വത്തോടുകൂടെ ആഗതനാകുമ്പോൾ കണ്ണു കണ്ടിട്ടില്ലാത്തതും കാതു കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെയും നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടി പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കറകൾ കഴുകി വിശുദ്ധീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്നേഹമുള്ളവരെ, അഭിമന്യ സ്റ്റീഫൻ പിതാവ് വളരെ സ്നേഹപൂർവ്വം ഇന്നിവിടെ വരികയും അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കുകയും അപ്പച്ചന്റെ വേർപാടിൽ വേദനിക്കുന്ന ഞങ്ങളെല്ലാവരെയും ആശ്വസിപ്പിക്കുകയും ചെയ്തു. വളരെ ത്യാഗപൂർവ്വം സ്നേഹപൂർവ്വം അഭിമന്യ പിതാവ് എത്തിച്ചേർന്നു. നമുക്കറിയാവുന്ന പോലെ പുത്തൻതരക്കാരൻ തന്നെയാണ് അഭിമന്യ പിതാവും. പിതാവും വളരെ ആത്മബന്ധം അപ്പച്ചനുമായിട്ടുണ്ട്. മൈനർ സെമിനാരി മുതൽ തന്നെ അപ്പച്ചനെയും എന്നെയൊക്കെ വളരെ അടുത്ത പരിചയമുണ്ട്. വളരെ സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി അഭിമന്യ പിതാവിന് കുടുംബാംഗങ്ങളുടെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുക. നമുക്ക് 3 മണിക്ക് തന്നെ തിരുക്രമങ്ങൾ ആരംഭിക്കണം. പത്തഞ്ചിറ 4-ാം വാർഡ്, പത്തഞ്ചിറ പഞ്ചായത്ത് 4-ാം വാർഡ്. ഇത് കണ്ടെയ്ൻമെന്റ് സോൺ ആയതുകൊണ്ട് നമ്മൾ ഡിസ്റ്റൻസിങ് പാലിച്ച് നിൽക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. വളരെ സ്നേഹപൂർവ്വം എത്തിച്ചേർന്ന എല്ലാവരെയും തിരുക്കർമ്മങ്ങളിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഫാമിലി കോൺഗ്രിഗേഷൻ പവനാത്മ പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ വലിയ ബഹുമാനപ്പെട്ട LC സിസ്റ്റർ, അതോടൊപ്പം തന്നെ ചെന്നൈയിൽ നിന്നും ബഹുമാനപ്പെട്ട കൊച്ചിൻ്റെയും മുതിർന്നെയും ക്രിസ്റ്റോസിനെയും വർഗീസിനെയും ജിജേട്ടനെയും ഏറ്റവും സ്നേഹത്തോടുകൂടി വളരെ ത്യാഗപൂർവ്വം ഇന്ന് രാവിലെ വെളുപ്പിന് തന്നെ യാത്ര ആരംഭിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഏറെ സ്നേഹവും ഏറെ കടപ്പാടും അറിയിക്കുന്നു. കിൽക്കറിലെ കവികളുള്ള വലിയ സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അച്ഛൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനു മുമ്പ് ഫോട്ടോ എടുക്കാനായിട്ട് എത്രയും വേഗം തയ്യാറാണ്. വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ മരിച്ചവരുടെ പാപങ്ങൾ പൊറുക്കുകയും അവരുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ, വാഴ്ത്തിയിടുന്നേ. മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ, വാഴ്ത്തിയിടുന്നേ. ഒഴുകി വരുന്നു വാനവഗാനം, പൂഴിയിൽ നിന്നും മൃതരുണരുന്നു നിത്യവിരുന്നിൻ, പുലരി വരുന്നു. മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ, വാഴ്ത്തിയിടുന്നേ. പുരുമോഹനമപ്പുലരിയിൽ നാഥ, പൂങ്കതിരണിയും സുകൃതികളോടെ നാഗം ചേരാൻ വരമരുളേണം. മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ, വാഴ്ത്തിയിടുന്നേ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുള്ള ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ, വിടുതി എനിക്കായി നൽകിയ വസതി. പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. പാർപ്പിടമേ, പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര.
സ്നേഹമുള്ളവരെ, മരണം മൂലം നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ഈ അപ്പച്ചന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. വർഷക്കാലം ഈ ലോകത്തിൽ ജീവിക്കുകയും തന്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം കൃത്യമായി നിർവഹിക്കുകയും ചെയ്ത് ദൈവത്തിന്റെ നിത്യസമ്മാനത്തിനു വേണ്ടി ഈ ലോകം വിട്ട് ഈ അപ്പച്ചന് യാത്രയാകുമ്പോ ഈ അപ്പച്ചനിലൂടെ ഈ കുടുംബത്തിന് ഇടവകയ്ക്ക് എല്ലാം ലഭിച്ചിട്ടുള്ള നിരവധിയായ നന്മകളെ ഓർത്ത് ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. അതോടൊപ്പം തന്നെ ഈ ലോക ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളെ ഓർത്ത്, പാപങ്ങളെ ഓർത്ത് ദൈവത്തോട് നമുക്ക് മാപ്പ് ചോദിക്കാം. ഈ സമയം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ അഭിവന്യ പിതാവ്, വികാരി ജനറലച്ഛൻ, മറ്റ് ബഹുമാനപ്പെട്ട വൈദികര് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എല്ലാവരുടെയും പേരിൽ, പ്രത്യേകിച്ചും ഇടവകയുടെ പേരിൽ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ അനുശോചനവും പ്രാർത്ഥനയും ഈ കുടുംബത്തിന് നേരുകയാണ്. നമുക്കറിയാം, പ്രത്യേകിച്ചും ജോസച്ചൻ രൂപതയിലെ ഒരുപാട് സേവനം ചെയ്യുന്ന എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു അച്ഛൻ കൂടിയാണ്. ഒരു മാസം മുൻപ്, 1-2 മാസം മുൻപ് ഞാനിവിടെ വന്നതിന് ശേഷം ഈ അപ്പച്ചന് കുമ്പസാരിക്കാനും അതുപോലെ തന്നെ പരിശുദ്ധ കുർബാന സ്വീകരിക്കാനും ഒരു ദിവസം ദേവാലയത്തിലേക്ക് ജോസച്ചൻ കൊണ്ടുവന്നത് ഓർക്കുകയാണ്. ഇന്നലെ രോഗീലേപനമൊക്കെ സ്വീകരിച്ച് ജോസച്ചന്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഈ ലോകം വിട്ട് ഈ അപ്പച്ചന് യാത്രയായത്. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ഈ തിരുക്കർമ്മങ്ങളിൽ ഏറ്റവും ഭക്തിയോടുകൂടെ നമുക്ക് പങ്കെടുക്കുകയും ചെയ്യാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുദപിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സുഗന്ധ ദിവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിന് ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദന തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമി മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ തത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ഇവന്റെയും മണ്ണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും.
മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരേൽപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനുമായ അവരുടെ സന്താനങ്ങളെ ഉത്ഥാന വഴി നവീകരിക്കുന്നതിനുമായ കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും വെള്ളത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നിർഭനാം മിശിഹാ കർത്താവേ, മരണവും മരണവുമില്ലാതെ ജീവൻ വിടയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസന് വരമിന്നരുളേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു. ആദിപിതാവാമാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസിനാകുന്നു. വിലപിക്കരുതേ മരണത്തിൽ, പുനരുത്ഥാനം വരുമല്ലോ. അരുചയിലില്ലേ തിരുനാഥൻ, ദൃഢമായി എന്നിൽ വിശ്വാസം. നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നീടും. മർത്യനമർത്യത പുണരുന്നു. ക്ഷയമുള്ളോനക്ഷയനാകും. മർത്യത ഏവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. ചിറകുവിടത്തി അവരെ സ്വീകരിക്കുന്നു. അമ്പരവീതിയിലഖിലേശൻ മിശിഹാരാജനെഴുന്നള്ളും. പരിശുദ്ധന്മാരണിയണിയായി എതിരെ പിന്നു നിരന്നീടും. ആനന്ദത്തിൻ മണിയറയിൽ ചിരമായി വാണിടും അവരെല്ലാം. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കാർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവാകുന്നതിനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. എന്റെ അപേക്ഷ നീ കേൾക്കണമേ. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാകുകയില്ല. മരണത്തിന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇത് വിസ്മയിക്കേണ്ട.
എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്നേഹമുള്ളവരെ, ഇന്നത്തെ അനുശോചന സന്ദേശം നൽകുക ജോസച്ചന്റെ ബാച്ചുകാരനായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഷാജു ചെറിയത്തച്ഛനാണ്. നമുക്ക് ശ്രദ്ധാപൂർവം ശ്രമിക്കാം. സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്ന താക്കോലാണ് മരണം. ഈ ലോക ജീവിതത്തിന് ശേഷം മരണത്തിലൂടെ സ്വർഗത്തിന്റെ വാതിൽ തുറന്ന് തമ്പുരാന്റെ മടിയിൽ പ്രിയമുള്ള ഈ അപ്പച്ചൻ, അന്തോണി അപ്പച്ചൻ ഇപ്പോൾ ആയിരിക്കുന്നു എന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു. പ്രിയമുള്ള അപ്പച്ചൻ്റെ വേർപാടിൽ ഒത്തിരിയേറെ വേദനിക്കുന്ന പ്രിയമുള്ള അമ്മച്ചി, ഖത്തറിലിരുന്ന ഈ സമയങ്ങളിൽ പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ള മകൻ ജസ്റ്റിൻ, ഇപ്പോഴിവിടെയുള്ള മൂന്നാമത്തെ മകൾ ട്രീസ, ഞങ്ങളെ ഏറ്റവും പ്രിയമുള്ള ജോസച്ചൻ, ജസ്റ്റിൻ്റെയും ട്രീസയുടെയും ജീവിത പങ്കാളികളായ ഡിൻസി, ബിജു, ഇവരുടെ പേരമക്കളായ 7 കുഞ്ഞുമക്കൾക്കും മറ്റെല്ലാ കുടുംബാംഗങ്ങൾക്കും അഭിമന്യ പോളി പിതാവിൻ്റെ പേരിലും ഹോസൂർ രൂപതാധ്യക്ഷൻ അഭിമന്യ ജോബി പിതാവിൻ്റെ പേരിലും ഇപ്പോൾ ഇവിടെയായിരിക്കുന്ന ബഹുമാനപ്പെട്ട വികാരി ജനറൽ ലാസറച്ചൻ്റെ പേരിലും ബഹുമാനപ്പെട്ട എല്ലാ അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിൻ്റെ പേരിലും ഇന്ന് പ്രത്യേകമായ വിധം ബഹുമാനപ്പെട്ട ജോസച്ചൻ സേവനം കാഴ്ചവെക്കുന്ന ചെന്നൈയിലെ കീൽക്കട്ട്ലൈ ഫൊറോന ദേവാലയത്തിൽ വന്നിരിക്കുന്ന അവിടുത്തെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെയും ഇടവയെ പ്രതിനിധീകരിച്ച് വന്നിരിക്കുന്ന കൈക്കാരന്മാരുടെ എല്ലാം പേരിലും പ്രത്യേക അനുശോചനവും പ്രാർത്ഥനയും ഈ കുടുംബാംഗങ്ങളെ അറിയിക്കുകയാണ്. പ്രഭാഷകന്റെ പുസ്തകം 21-ാം അധ്യായം 26-ാം തിരുവചനം പറയുന്നുണ്ട്, മൃത്യുദിനത്തിലും പ്രവൃത്തികൾക്കൊത്ത പ്രതിഫലം നൽകാൻ കർത്താവിന് കഴിയും. ബഹുമാനപ്പെട്ട വികാരിച്ച് ഓർമ്മപ്പെടുത്തുകയായിരുന്നു. ഇന്നലെ പ്രിയമുള്ള അന്തോണിയപ്പച്ചൻ്റെ മരണം വളരെ ശാന്തമായ മരണം. കഴിഞ്ഞ 1 വർഷം മുമ്പ് ലങ്സുമായി ബന്ധപ്പെട്ട അസുഖങ്ങളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ജസ്റ്റിൻ വിദേശത്ത് നിന്ന് വന്ന് അപ്പച്ചൻ്റെ കൂടെയായിരുന്നു. എല്ലാ മക്കളുടെയും സ്നേഹ ശുശ്രൂഷകളെല്ലാം ഏറ്റവും സ്നേഹത്തോടെ എല്ലാം സ്വീകരിച്ചു. കഴിഞ്ഞ മാസം ജസ്റ്റിൻ വിദേശത്തേക്ക് തിരികെ പോയി. 4 ദിവസങ്ങൾക്ക് മുമ്പ് ഹോസ്പിറ്റലിൽ പ്രിയമുള്ള അപ്പച്ചനായിരുന്നു. ബഹുമാനപ്പെട്ട ജോസച്ച് എത്രയും വേഗം ഇവിടെ എത്തി മക്കളുടെയും അമ്മയുടെയും എല്ലാ ശുശ്രൂഷകളും ഏറ്റുവാങ്ങിക്കൊണ്ട് ഏറ്റവും നന്നായി പ്രാർത്ഥിച്ച് വളരെ ശാന്തമായി തമ്പുരാന്റെ സന്നിധിയിൽ ഇപ്പോഴായിരിക്കുകയാണ്. ശാന്തമായ ഉറക്കമാണ് പ്രിയമുള്ള അപ്പച്ചൻ്റേത്. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ വളരെ ശാന്തത നിറഞ്ഞ, പ്രകൃതിയെയും മനുഷ്യനെയും ഒത്തിരിയേറെ സ്നേഹിച്ച നല്ലൊരു വ്യക്തിത്വമായിരുന്നു. ഒരുപാട് മരിക്കാത്ത നല്ല സ്മരണകൾ നൽകിക്കൊണ്ടാണ് പ്രിയമുള്ള അപ്പച്ചൻ ഇവിടുന്ന് യാത്രയായിരിക്കുന്നത്. പൗലോസ്ലീഹയുടെ വചനങ്ങൾ ഏറ്റെടുത്ത് പറയുമ്പോൾ, ഞാൻ നന്നായി പൊരുതി, എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, വിശ്വാസം കാത്തു, നീതിയുടെ നിത്യകിരീടത്തിനായി ഞാൻ പോകുന്നു എന്ന് പറയുന്ന പോലെ തന്നെ പ്രത്യേകിച്ച് തനിക്ക് നൽകപ്പെട്ട ഈ ഭൂമിയിലും തന്നെ ഏൽപ്പിച്ച കുടുംബത്തിൻ്റെയും എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റവും സ്നേഹത്തോടെ നല്ല കഠിനാധ്വാനം ചെയ്ത് വലിയ സ്നേഹവും സംരക്ഷണവും എല്ലാം പ്രത്യേകം ഭാര്യയ്ക്കും മക്കൾക്കും നൽകി മക്കളെ പുണ്യത്തിലും സ്നേഹത്തിലും വിശുദ്ധിയിലും വളർത്തി അത്രമാത്രം തന്റെ ഉത്തരവാദിത്തമെല്ലാം നിർവഹിച്ചുകൊണ്ടാണ് പ്രിയമുള്ള അപ്പച്ചൻ ഇവിടുന്ന് യാത്രയടിക്കുക. സഭയ്ക്ക് ഈ അപ്പച്ചൻ നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട സമ്മാനം ബഹുമാനപ്പെട്ട ജോസച്ചനാണ്. അച്ഛൻ്റെ കഴിഞ്ഞ 18 വർഷങ്ങളിലെ പൗരോഹിത്യ ജീവിതത്തിനിടയിൽ ഇരിഞ്ഞാലക്കുട രൂപതയിലും ഇപ്പോൾ ഈ കഴിഞ്ഞ 5 വർഷങ്ങളായി ഹോസൂർ രൂപതയിലും അവിടെ ഇപ്പോൾ ഫൊറോന ദേവാലയത്തിന്റെ ഗീൽക്കല്ലൈ ഫൊറോന ദേവാലയത്തിന്റെ വികാരിച്ചനായിട്ട് സേവനം കാഴ്ചവെക്കുന്നു. ഹോസൂർ രൂപതയിലെ രൂപത കൺസൾട്ടന്റ് അംഗമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഏൽപ്പിക്കപ്പെടുന്ന എല്ലാ ഉത്തരവാദിത്ത മേഖലയിലും ഈ അപ്പച്ചനെ പോലെ തന്നെ വലിയ സംലംബതയോടെ, അതിലേറെ സ്നേഹത്തോടെ, ശാന്തതയോടെ എല്ലാം ചെയ്യാൻ കഴിയുന്ന ഒരു മകനെ സഭയ്ക്ക് നൽകാൻ ഈ അപ്പച്ചൻ നൽകിക്കൊണ്ടാണ് നേരെ അഭിമാനത്തോടെ അദ്ദേഹം യാത്രയായിരിക്കുക. പ്രത്യേകം ഈ കൊറോണ സാഹചര്യമായതുകൊണ്ടാണ് ഇന്ന് വളരെ ശുഷ്കമായ രീതിയിൽ, എന്നാൽ പലരും ബഹുമാനപ്പെട്ട ജോസച്ചിനിലൂടെ ഈ കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരുപാട് പേർ ഇന്ന് വിവിധ അകലങ്ങളിൽ നിന്നെല്ലാം ഈ കുടുംബത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രത്യേകം ഈ കുടുംബത്തോട് ചേർന്ന് ഈ അപ്പച്ചന്റെ ആത്മശാന്തിക്ക് വേണ്ടി അപേക്ഷിക്കുന്നുണ്ട്. ഇന്ന് ഈ അപ്പച്ചൻ നമ്മുടെ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ നമുക്ക് നൽകുന്ന സന്ദേശം,
തന്നെ ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റവും വിശ്വസ്തയോടെ സ്നേഹത്തോടെ ചെയ്യാൻ കഴിയുക, ആയിരിക്കാൻ കഴിയുക, നല്ല ഓർമ്മകൾ നൽകിക്കൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് ഇനിയും മരിക്കാത്ത സ്മരണകൾ നൽകാൻ കഴിയുക എന്നതാണ് അപ്പച്ചന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്ദേശം. ഈ സന്ദേശം നമുക്ക് എല്ലാവർക്കും സ്വീകരിക്കാൻ സാധിക്കട്ടെ. അതുകൊണ്ട് തന്നെ പൗലോസിയുടെ വചനങ്ങൾ ഈ മരണത്തിൽ നമുക്ക് ഫലം നൽകട്ടെ. മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ വിലപിക്കരുത്, കാരണം മരണത്തിലൂടെ തമ്പുരാന്റെ രാജ്യത്തിലേക്കാണ് ഞാൻ യാത്രയായിരിക്കുക. ഈ വചനത്തിന്റെ ശക്തിയാൽ ഈ കുടുംബത്തിന് ഈ വേർപാടിനെ സ്വീകരിക്കാനുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും ശക്തിയും നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി അഭിമന്യ പിതാവിന്റെ പേരിലും ഇവിടെ ആയിരിക്കുന്ന എല്ലാവരുടെയും പേരിലും ബഹുമാനപ്പെട്ട ജോസഫിനും പ്രിയമുള്ള അമ്മയ്ക്കും മക്കൾക്കും മറ്റെല്ലാ കുഞ്ഞുമക്കൾക്കും കുടുംബാംഗങ്ങൾക്കും പ്രത്യേക അനുശോചനവും പ്രാർത്ഥനയും നേരുന്നു. നല്ല ദൈവം ഈ അപ്പച്ചന്റെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് സ്വീകരിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാന തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാഗുൽത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്താനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ, നിന്റെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസ പ്രമാണം. സദൃശനായ പിതാവുമായ ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3 നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മനുഷ്യരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യാത്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാനി, എന്തിനു കരയുന്നു? വ്യാകുല മാനസനായി എന്തിനു നീറുന്നു? തിരമാലകളാ തിങ്ങി മറിൻ ഇളകും കടപോലെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ.
ഭീകരമരണത്തിൻ കാലടി കേൾപ്പൂ ഞാൻ പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു സത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു മരണം വരുമൊരു നാളോർക്കുക മർത്യ നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. ദൈവം നൽകിയ 87 വർഷങ്ങള് നന്നായി ജീവിച്ച് മറ്റുള്ളവർക്ക് പ്രചോദനം നൽകി ഇപ്പോൾ നിത്യതയുടെ ഭവനത്തിലേക്ക് യാത്രയായിരിക്കുന്ന അന്തോണിയപ്പച്ചന് നമുക്ക് സ്നേഹപൂർവം അന്ത്യാഭിവാദനങ്ങൾ അർപ്പിക്കാം. മതസംസ്കാര ശുശ്രൂഷയിലെ വളരെ പ്രതീകാത്മകമായിട്ടുള്ളൊരു കർമ്മത്തിലേക്ക് ഈ നിമിഷം നമ്മൾ പ്രവേശിക്കുകയാണ്. നിത്യതയുടെ ഭവനത്തിലേക്ക് യാത്രയായിരിക്കുന്ന അപ്പച്ചൻ്റെ ശിരസിൽ പുഷ്പകിരീടം അണിയിക്കുകയാണ്. മഹിമയുടെ ലോകത്ത് മഹത്വത്തിൻ്റെ കിരീടം നൽകി തമ്പുരാനോടൊപ്പമുള്ള വാസം നൽകുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് ഈ തിരുക്കർമ്മം നടത്തുക. നമുക്ക് അപ്പച്ചന് വേണ്ടി തുടർന്നും പ്രാർത്ഥിക്കാം. നമുക്കേറെ പ്രിയപ്പെട്ട ജോസഫിനോടുള്ള പ്രാർത്ഥനയും സ്നേഹവും അനുശോചനവും അറിയിക്കട്ടെ. അതോടൊപ്പം തന്നെ ട്രേസിയോടും ജസ്റ്റിനോടും അവരുടെ കുടുംബാംഗങ്ങളോടുമുള്ള സ്നേഹവും അനുശോചനവും അറിയിക്കുകയാണ്. അപ്പച്ചൻ വിശ്വസിച്ച ദൃഢമായിട്ടുള്ള ദൈവാശ്രയ ബോധവും അപ്പച്ചൻ പ്രകടമാക്കിയ കുടുംബത്തോടുള്ള ജീവിതം വ്യയം ചെയ്യാനുള്ള നല്ല സമർപ്പണ മനോഭാവവും അപ്പച്ചൻ പ്രത്യാശ അർപ്പിച്ച നിത്യജീവനുമൊക്കെ തമ്പുരാന്റെ തിരുമുമ്പിൽ സ്വീകാര്യത നേടട്ടെ. അങ്ങനെ തമ്പുരാനോടൊപ്പമുള്ള വാസം അപ്പച്ചന് ലഭിക്കട്ടെ എന്ന് തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പച്ചനോടും നമുക്ക് മാധ്യസ്ഥം അപേക്ഷിക്കുകയും ചെയ്യാം. വിശ്വസ്തരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം അന്തോണിയപ്പച്ചനെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. അഭിവന്യ പിതാവേ, സ്നേഹബഹുമാനപ്പെട്ട വൈദികരെ, സ്നേഹബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള സഹോദരി സഹോദരിമാരെ, പ്രിയ ബന്ധുക്കളെ, പ്രിയപ്പെട്ട അപ്പച്ചൻ്റെ
മരണവാർത്ത അറിഞ്ഞ നിമിഷം മുതൽ പ്രത്യേകിച്ച് അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കാനും അപ്പച്ചൻ്റെ വേർപാടിൽ ഞങ്ങളെയൊക്കെ ആശ്വസിക്കുവാനുമായിട്ട് ഫോൺ വഴിയും വാട്സപ്പിലൂടെയും മെസ്സേജുകളിലൂടെയും നേരിട്ടും വന്ന് ഇന്നലെ വൈകിട്ട് 5 മണി മുതൽ ഈ നിമിഷം വരെ നമ്മുടെ ഇടപെടുന്ന ജനങ്ങളും ബന്ധുമിത്രാദികളും അതുപോലെ തന്നെ ഇപ്പോൾ സേവനം ചെയ്യുന്ന കേരള ഇടവകയിൽ നിന്നുള്ളവരും അതുപോലെ തന്നെ മറ്റ് മുൻപ് സേവനം ചെയ്ത മറ്റ് ഇടവകൾക്ക് ഒരുപാട് ആശ്വാസ വാക്കുകളും ഒരുപാട് ധൈര്യപ്പെടുത്തുന്ന വാക്കുകളും ഞങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അഭിവന്യ പിതാവ് അപ്പച്ചൻ്റെ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുകയും ക്ഷമകൾ അന്വേഷിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ കഴിഞ്ഞ ചൊവ്വാഴ്ച ആശുപത്രിയിലായ ആ നിമിഷം പിതാവിനെ വിളിച്ചു പറഞ്ഞ പിതാവ് വളരെ ദുഃഖമായിട്ട് ധൈര്യപ്പെടുത്തി ഇന്നുകൊണ്ട് പ്രയാസപ്പെടേണ്ട, അപ്പച്ചന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിതാവ് എപ്പോഴും ഏത് സമയത്തും അഭിവന്യ പിതാവും ഇരിഞ്ഞാലക്കുട രൂപതയിലെ എല്ലാ വൈദികരും പ്രത്യേകിച്ച് എല്ലാ സുഖത്തിലും ദുഃഖത്തിലും ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ബാച്ച്കാരച്ചന്മാരും അതുപോലെ തന്നെ ഹോസ് രൂപതയിലെ അഭിവന്യ സെബാസ്റ്റ്യൻ പിതാവും അവിടെയുള്ള എല്ലാ വൈദികരും അതുപോലെ രൂപതയിലെ മറ്റ് ഇടപാടുകളിൽ എല്ലാവരും ഒന്ന് ചേർന്ന് വലിയ ധൈര്യവും പിന്തുണയും അറിയിച്ചിരുന്നു. ഈ സമയത്ത് അപ്പച്ചൻ്റെ അന്തിമകർമ്മങ്ങൾ ചെന്നെടുത്ത് നൽകാനായിട്ട് അഭിവന്യ പിതാവ് വളരെ സ്നേഹത്തോടെ നമ്മോടൊപ്പം എത്തിയിരിക്കുന്നു. അഭിവന്യ പിതാവിന് കുടുംബാംഗങ്ങളുടെ പേരിൽ പ്രത്യേകിച്ച് എല്ലാവരുടെ പേരിലും ബഹുമാനപ്പെട്ട വികാരിച്ചിൻ്റെ പേരിലും ഏറെ സ്നേഹത്തോട് വ്യക്തിപരമായി ആഴമായ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. അതുപോലെ തന്നെ വളരെ ത്യാഗം സഹിച്ച് ചെന്നൈയിൽ നിന്നും ഇന്ന് അതിരാവിലെ പുറപ്പെട്ട് ബഹുമാനപ്പെട്ട നിതിൻ കല്ലറക്കിലത്തിനോടൊപ്പം ബഹുമാനപ്പെട്ട മദർ ലില്ലി കാച്ചപ്പള്ളി, ക്രിസ്റ്റോ കൈക്കാരന്മാരായ വർഗീസ് ചേട്ടൻ, ചേട്ടൻ അവരെല്ലാവരും വളരെ ത്യാഗങ്ങളുമാണ് ഇന്നിവിടെ വൈദ്യുതിയോട് കാണിക്കുന്ന സ്നേഹം അത് എത്ര പറഞ്ഞാലും വാക്കുകളിൽ നമുക്ക് വർണ്ണിക്കാനായിട്ട് സാധിക്കും. അത്രമാത്രം വൈദികരെ സ്നേഹിക്കുകയും ഇടവകയോട് ചേർന്നുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയൊക്കെ ചെയ്യുന്ന സുന്ദരമായ ഇടവകയാണ്. ഇടവകയെ പ്രതികരിച്ചെത്തിയിരിക്കുന്ന എല്ലാവർക്കും സിസ്റ്റേഴ്സിനും നിതിനച്ഛനും കൈക്കാരന്മാരായ ബിജുചേട്ടനും ചേട്ടനും ഹൃദയം നിറഞ്ഞ നന്ദി കുടുംബാംഗങ്ങളുടെ പേരിൽ സ്നേഹത്തോടുകൂടി നേരുന്നു. നമുക്കറിയാവുന്ന പോലെ മരണവാർത്ത അറിഞ്ഞ ഉടനെ ശക്തമായ പിന്തുണയും സ്നേഹവും അതോടൊപ്പം തന്നെ എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ലിജോ കോങ്കോത്തച്ഛൻ ഏത് നിമിഷവും ഹോസ്പിറ്റലിലെത്തുകയും അതുപോലെ തന്നെ എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തതോടൊപ്പം ഉണ്ടായിരുന്നു. അച്ഛന് പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുന്നു. ഇവിടെ ഇന്ന് ഈ സമയം എത്തിച്ചേർന്ന എല്ലാ വൈദികരെയും സ്നേഹത്തോടും ആത്മാർത്ഥതയോടും ഓർക്കുന്നു. അതുപോലെ തന്നെ എല്ലാ ബാച്ചുകാരച്ഛന്മാരും ബാച്ചുകാരായ എല്ലാ അച്ഛന്മാർക്കും ആത്മാർത്ഥമായിട്ട് നന്ദി അർപ്പിക്കുന്നു. പ്രധാനമായിട്ടും നമുക്കറിയാം, ഞാൻ കഴിഞ്ഞ 5 വർഷമായിട്ട് ചെന്നൈയിൽ വർക്ക് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അപ്പച്ചൻ്റെ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് കുറവുകളില്ലാതെ അപ്പച്ചനെ പരിപാലിക്കാനും ശുശ്രൂഷിക്കാനും ഒക്കെ ആയിട്ട് അമ്മച്ചിയും അതുപോലെ ഡിൻസി ചേച്ചിയും മക്കളും ചേട്ടനും ജസ്റ്റിൻ ചേട്ടനും പ്രീസയും ബിജുവും മക്കളും എല്ലാവരും വളരെ കരുതലോടുകൂടി അപ്പച്ചനോടൊപ്പം ഈ സമയം വരെ എല്ലാ പിന്തുണയും അപ്പച്ചൻ നൽകിയിരുന്നു, പരിചരണം നൽകിയിരുന്നു. പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾക്ക് ഏറെ നന്ദി അർപ്പിക്കുകയാണ്. വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് അപ്പച്ചൻ ഞങ്ങളൊക്കെ വളർത്തിയത്. അതുകൊണ്ട് അപ്പച്ചന് ഏറ്റവും കൂടുതലായിട്ട് ഞങ്ങൾ നന്ദി പറയാണ്. കാരണം അപ്പച്ചൻ്റെ കഠിനാധ്വാനവും വിശ്വാസ ജീവിതവും പ്രാർത്ഥനാ ജീവിതമൊക്കെ ഞങ്ങൾക്ക് വലിയ മാതൃകയായിരുന്നു, വലിയ മുതൽക്കൂട്ടായിരുന്നു. പ്രത്യേകിച്ച് എല്ലാ ബന്ധുമിത്രാദികളും ഞങ്ങളോട് ചേർന്ന് നിന്ന്, പ്രത്യേകിച്ച് പോളേട്ടനായാലും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ വല്യപ്പന്മാരുടെ മക്കളും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് വലിയ കൂട്ടായ്മയോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോയിരുന്നത്. ഏറെ സ്നേഹത്തോടുകൂടി എല്ലാ ബന്ധുജനങ്ങൾക്കും ആത്മാർത്ഥമായിട്ട് നന്ദി അർപ്പിക്കുന്നു.
ഇനിയും അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തുന്നു. പലതരത്തിലൂടെ പല വിധത്തിൽ അനുശോചനവും പ്രാർത്ഥനകളൊക്കെ നേർന്ന് ഞങ്ങളെ വലിയ ആശ്വാസത്തിന്റെ തീരത്തിലേക്ക് എത്തിക്കുന്ന എല്ലാവർക്കും ആത്മാർത്ഥമായിട്ടുള്ള നന്ദി അർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ലാസർ കുറ്റിക്കാടനച്ഛൻ വളരെയധികം ആത്മബന്ധമുള്ള അച്ഛനാണ്. വൈദ്യുത സെമിനാരി മുതൽ പട്ടം കഴിഞ്ഞ് തുടർന്നുള്ള വൈദികർക്കൊക്കെ അച്ഛൻ്റെ വലിയ നേതൃത്വം, അതുപോലെ തന്നെ അച്ഛൻ്റെ വലിയ ഉപദേശങ്ങൾ ഞങ്ങൾക്ക് എനിക്ക് വലിയ താങ്ങായിട്ടുള്ളതായി കൂടെ ഉണ്ടായിട്ടുണ്ട്. അച്ഛന് പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുന്നു. മറ്റു വികാരി അച്ഛന്മാരായ ജോയി പാലീക്കരച്ഛനും ജോസ് മഞ്ഞളച്ചനും ഇവിടെ വന്നു ഓഫീസിൽ അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ തന്നെ മറ്റുള്ള എല്ലാവർക്കും, എല്ലാ വൈദികർക്കും, സിസ്റ്റേഴ്സിനും, എല്ലാ ഇടവ ജനങ്ങൾക്കും ആത്മാർത്ഥമായിട്ട് നന്ദി അർപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പച്ചന് വേണ്ടി തുടർന്നും പ്രാർത്ഥിക്കണമെന്ന് സ്നേഹത്തോടുകൂടി അഭ്യർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, അപ്പച്ചന്റെ 7-ന്റെ തിരുക്കർമ്മങ്ങള് ചൊവ്വാഴ്ച രാവിലെ 10:30 മണിക്കാണ് പത്തരയ്ക്ക് ദേവാലയത്തിൽ പരിശുദ്ധ കുർബാന, സിൽത്തേൽ ഓഫീസ്, വീട്ടിൽ അന്നത ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും ബന്ധുമിത്രാദികൾക്ക് വേണ്ടി ഒരു അറിയിപ്പായിട്ട് എടുത്ത് പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ അനുശോചന സന്ദേശം വളരെ ഹൃദയസ്പർശിയായിട്ട് നമുക്ക് നൽകിയ ബഹുമാനപ്പെട്ട ഷാജു ചെറിയച്ഛനോടുള്ള നന്ദി നിസ്സീമമായിട്ട് ആത്മാർത്ഥമായിട്ട് ഇവരെ അറിയിക്കാം. എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതി എനിക്കായി നൽകിയ വസതി. പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു. ശാശ്വത ഭാഗ്യവും നരനരുളിടാൻ കഴിവില്ലാത്തോരന്മാർക്കിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര. എന്നുമെന്നേക്കും സഹജന്മാരെ, സ്നേഹിതഗണമേ, യാത്ര ഇതാ ഞാൻ ചോദിക്കുന്നു. നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. ഒരു മിനിറ്റ് കേട്ടോ. ഒന്ന് സൈഡിലേക്കാവും. കർത്താവേ, പാടി നമി
ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസ വഴി എന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു ഉദാശകൾ എന്റെ ആത്മാവിൽ പ്രഭാവനം ചൊരിയുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയപാലകരുമായ പുരോഹിതരെ, പ്രയോജനങ്ങളാൽ എന്റെ ആത്മാവിന് പോഷണം നൽകിയ നിന്നോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നടന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹമെന്ന് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. നാം ഒരുമിക്കുന്നവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറുടെ മനോഹരമാകുന്നു. മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധമായ ഈ ശരീരത്തിൽ നിന്ന് ദൈവത്തിന്റെ രണ്ടാമത്തെ ആഗമനവരെ വിശ്രമം നൽകേണ്ട ഈ കബറിടത്തെ നീ പങ്കുവയ്ക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാമ്പുത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആശ്വസിപ്പിക്കണമേ. എന്നെ കഴുകുക, ഞാൻ മഞ്ഞനേക്കാൾ വെണ്ണയുള്ളവനാകും. ആദ്യം മുതൽ എന്നേക്കുമാമേ. നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുന്നതിൽ ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്തോടുകൂടെ അവസാന ദിവസത്തിന്റെ വലത്ത് ഭാഗത്ത് നിർത്തുമാറാകട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കൂദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിൽ നിന്നെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിന്റെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. കരയറ്റവനായി ചിരമഹിമാവിൽ മിന്നി വിളങ്ങും മുഖമൊടു കല്ലറ വിട്ടെഴുന്നേൽക്കും മനുജനു ഭാഗ്യം. കാരുണ്യമിടും മനുജനു ഭാഗ്യം. വരിക നിനക്കായാതി മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥനിൽ നിന്നെതു കേൾക്കും മനുജനു ഭാഗ്യം. കാരുണ്യമിടും രാജ്യം നേടും മനുജനു ഭാഗ്യം. വശുരക്ഷിക്കുന്നവരെ നാമത്തിന് സ്തുതി. എന്തുകൊണ്ടെന്നാൽ എന്റെ പാപങ്ങൾ ഞാൻ അറിയുന്നു, ഞാൻ അവയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. എന്റെ പാപങ്ങളിൽ നിന്ന് മുഖം തിരിച്ചു കളയണമേ, എന്റെ കുറ്റങ്ങളെല്ലാം തുടച്ചു മാറ്റുകയും ചെയ്യണമേ. ആദിമുതലെന്നേക്കുമാമേ. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയും മരിച്ചു രക്ഷിക്കുന്നവനെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ദാസനേർപ്പിച്ച കർത്താവേ, ആ ശബ്ദമഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ ദാസനെ വിളിക്കുകയും നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ, മരിച്ചവരെ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരായി ഞങ്ങളെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും
പിതാവും പുത്രനും പരിശുദ്ധരുമായ സർവേശ്വര സകലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ നീതിമാന്മാരുടെ പരിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർത്തും മഹനീയമായ നിത്യജീവൻ നൽകി സ്വർഗരാജ്യമാർത്തേക്ക് ദൈവം ഈ സഹോദരനെ പ്രവേശിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിന്റെ അംഗത്തെ നിർമ്മിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ഈ സഹോദരനെ നിർമ്മാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം വസിക്കുകയും അവിടുത്തെ കാരുണ്യത്തിൽ നിങ്ങൾ അനുഭവിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും തന്നെ. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. പരിമിതമാമീ ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ. പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ. നെറുകയിലൊടുവിൽ മുത്തുമ്പോൾ കരയരുതേ, നീ പിടയരുതേ. മൃതിതൻ പടികൾ കയറുമ്പോൾ തുണതരണേ നിൻ പ്രാർത്ഥനയാ. സ്മൃതികളിലെന്നെ ചേർക്കേണേ ഒരു പിടി മണ്ണിൽ പൊതിയുമ്പോൾ. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. സ്നേഹം തന്നോരൻ പ്രിയരെ ദേഹം വെടിയും നേരത്ത് മിശിഹാ തന്നുടെ നാമത്തിൽ നന്ദി പറഞ്ഞു മടങ്ങട്ടെ. നന്ദി പറഞ്ഞു മടങ്ങട്ടെ. നന്ദി പറഞ്ഞു മടങ്ങട്ടെ. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. പരിമിതമാമീ ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ. പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ. നെറുകയിലൊടുവിൽ മുത്തുമ്പോൾ കരയരുതേ, നീ പിടയരുതേ. മൃതിതൻ പടികൾ കയറുമ്പോൾ തുണതരണേ നിൻ പ്രാർത്ഥനയാ. സ്മൃതികളിലെന്നെ ചേർക്കേണേ ഒരു പിടി മണ്ണിൽ പൊതിയുമ്പോൾ.